ഇതാണ് ബീച്ച് കൊള്ളാട്ടോ. നല്ല നല്ല രസമുണ്ട്. ഫ്ലൈറ്റ് പോണം. വാവ്, ഇത് കൊള്ളാം. ഞങ്ങളിപ്പം ഐലൻഡ് ഹോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങള് ഇത് കൊടുത്തേക്കുവാ. ഇവിടെ പേ ചെയ്യണം ഈ സ്ഥലത്ത്. എന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോകും ജോയിനേഴ്സിന്റെ കൂടെ, അതായത് വേറെ ആൾക്കാരുടെ കൂടെ. ഞങ്ങളിവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ്. ഞങ്ങള് ഐലൻഡ് ഹോപ്പിങ്ങിന് വേണ്ടി പോവാ. ഞാൻ കാണിച്ചു തരാം സ്ഥലം. അപ്പം ഐലൻഡ് ഹോപ്പിങ്ങിൽ നമുക്ക് ലഞ്ചും കൂടെ കിട്ടും. ഒരു പാക്കേജ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഞ്ചും കൂടെ അവർ സെറ്റാക്കി തരും. ഓക്കെ, നമ്മൾ ബോട്ടിലേക്ക് നടക്കുന്നത് മുമ്പേ പോകുന്നതാണ് നമ്മുടെ ഗൈഡ്. ഇനി വല്ല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പോയി തിരിച്ചു വരാനാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, ബിക്കോസ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് നടക്കും തോന്നണില്ല. അപ്പോൾ ഇത് ഭയങ്കര ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണോ പറയുമ്പോൾ. അയ്യോ, കൃഷിയും കൂടി കയറി. ഇനി നേരെ ഐലൻഡുകൾ കാണാൻ പോവാ. ഇനി അവിടെ നിന്നൊക്കെ നടക്കാൻ കാണാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് കാണിക്കുന്നത് കാണിച്ചു തരാം ഞാൻ. ഹലോ, കണ്ടു ഇതൊക്കെ ചെയ്തു. ഇപ്പം സ്നോർക്കലിങ്ങിന് വന്നിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ ആ ഐലൻഡിൽ ലേറ്റ് ആയിപ്പോയി തിരിച്ച് ബോട്ടിൽ കയറാൻ. ഭാഗ്യം ഇവർ തെറി വിളിച്ചില്ലാന്നേ ഉള്ളൂ. നമ്മൾ കുഴപ്പമില്ലാണ് ഇപ്പോൾ കയറി ഇരിപ്പുണ്ട്. ഇനിയിപ്പം സ്നോർക്കലിങ്, അതായത് വെള്ളത്തിൻ്റെ അടിയിലുള്ള മീനുകളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, ബൈ. അതെനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഇതാണ് സ്നോർക്കലിങ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ബോട്ടിൽ നിന്ന് വന്ന് കുടിക്കുകയാണ്. വേറെ ഞങ്ങൾക്ക് സ്നോർക്കലിങ് ഇറങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. ഇവിടെ മീനൊന്നും കാണുന്നില്ല. നമുക്കെന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണമെങ്കിൽ മീനിന്. ഞങ്ങളിപ്പം കരിക്കൊക്കെ പൊട്ടിച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചു. ഏതാണ്ട് ബാക്കിലെല്ലാവരും സ്നോർക്കലിങ് ചെയ്തുകൊണ്ടിരിക്കുക. ബോട്ടിലെല്ലാവരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലവർ അവിടെ ഇരിപ്പുണ്ട്, ചിലവർ മാത്രം താഴെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഞങ്ങളിപ്പോൾ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് താല്പര്യമില്ല പുറത്തൊന്നും ഇറങ്ങാൻ. അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഇനി നേരെ ലഞ്ചാന്ന് തോന്നണോ എനിക്ക് അറിഞ്ഞൂടാ. മര്യാദയ്ക്ക് നോക്കാം. ഹലോ, ഫുൾ ടയേർഡായി. പോലൊന്നും നോക്കണ്ട. ഞങ്ങളിപ്പോൾ കഴിക്കാൻ കയറിയിരിക്കുക. ഇത് കണ്ടോ, ഇതാണ് ഫുഡ്. ഇതൊരു ചിക്കൻ്റെ കറി. ഇത് ഡ്രൈ ഫിഷാണ്, ഉണക്കച്ചെമ്മീൻ്റെ.
ഉണക്കച്ചെമ്മീനല്ലേ അത്? എനിക്ക് അറിഞ്ഞൂടാ, കഴിച്ച് നോക്കിയില്ല. വാട്ടർമെലൺ, പിന്നെ ഇത് ചിക്കനാണ്, പിന്നെ റൈസും. ഓക്കെ, എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് ബോട്ടിൽ കയറണം. ഇതാണ് ക്രിസ്റ്റൽ കോവ് ഐലൻഡ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ക്യാഷ് കൊടുക്കണം. അപ്പം ഞങ്ങൾ നല്ല രസമുണ്ട്. ഞങ്ങളിപ്പം കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഞങ്ങളങ്ങനെ ക്രിസ്റ്റൽ കോവ് ഐലൻഡിലേക്ക് കയറി വെക്കുക. കുറെ നടക്കാനുണ്ടെന്നാ പറഞ്ഞേ. കണ്ടോ, നോക്കാം ഇവിടെ എന്താ സ്പെഷ്യൽ. വ്യൂ ഉണ്ട് കുറെ നടക്കുമ്പോൾ. Excuse me. നന്നായിട്ടുള്ള സ്ഥലം. കൊള്ളാം, പൈസ കൊടുത്തതിന് വേർത്താന്ന് തോന്നുന്നു. അല്ല, വ്യൂ കൊള്ളാം. Let's take a picture first. ഹലോ, ഇതാണ് ക്രിസ്റ്റൽ. അതാണ് ക്രിസ്റ്റൽ കേവ് എന്ന് വരാൻ കാരണം. ഫസ്റ്റ് കേവ് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഫസ്റ്റ് കേവിനുള്ളിലേക്ക് പോകാം നമ്മൾ. നടന്നു പോകണത് എടുക്കാൻ പറ്റില്ല. അതെ, നടന്നു പോകണം, എടുക്കാൻ പറ്റും തോന്നുന്നില്ല. ബാഗുണ്ട് കയ്യിൽ. ആൻഡ് നല്ല പണിയുണ്ട്. ഇതാണ് കേവ്. അകത്തുള്ളത് കാണിക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു. ഓക്കെ, പറ്റുവാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ.